പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. ഇന്നലെ വൈകിട്ടോടെയാണ് മാസപ്പടി കേസ്, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന കേസാണ്. ആ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നീക്കം, സമൻസ്. ഇന്നലെ വാർത്തകൾ വരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ളൊരു കുറ്റപത്രം വരുന്നു. അതിൽ നടപടി തുടങ്ങാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം തീരുമാനിക്കുന്നു എന്ന വാർത്തയാണ്. ഇപ്പോൾ അതിൽ ഇനി എന്തൊക്കെ തുടർ ചലനങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അങ്ങനെ ഒരു സമയത്താണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ ഇങ്ങനെയൊരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതൊരു വലിയ ചർച്ചയായി മാറുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വഖഫ് ബിൽ രാജ്യസഭയുടെ കടമ്പ കൂടി കടന്നിരിക്കുന്നു. രാത്രി വലിയ പുലർച്ചെയായി ചർച്ച കഴിഞ്ഞപ്പോൾ മുനമ്പത്ത് അത് വലിയ ആഘോഷമാണ്. മുനമ്പത്ത് പടക്കമൊക്കെ പൊട്ടിച്ചാണ് ആഘോഷം നടക്കുന്നത്. അങ്ങനെ ആശാസമരത്തിൽ ഇന്നും ഒരു ചർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. വാർത്തകൾ ഒരുപാടുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും മുൻപ് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. മാസപ്പടി കേസിൽ തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കാൻ SFIO. മുഖ്യമന്ത്രിയുടെ മകൾക്ക് സമൻസ് അയക്കും. വീണ വിജയനെ പ്രതിയാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിൽ CPM. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. സംസ്ഥാനത്തുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ്. The bill is passed. പാർലമെന്റും കടന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭയിൽ ചർച്ച നീണ്ടത് 12 മണിക്കൂർ. അനുകൂലിച്ച് 128 MP-മാർ, എതിർത്തത് 95 പേർ. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിയമമാകും. ആഹ്ലാദ പ്രകടനവുമായി മുനമ്പം ജനത. CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ തുടരുന്നു. സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. ചർച്ചകൾക്ക് പ്രകാശ് കാരാട്ട് മറുപടി നൽകും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത് 4 പേർ. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമങ്ങൾ തുടരുന്നു. ട്രേഡ് യൂണിയനുകളുടെ സമവായമുണ്ടാക്കാൻ സർക്കാർ ശ്രമം. യൂണിയനുകൾക്കൊപ്പം ഇനി ചർച്ചയ്ക്കില്ലെന്ന് ആശമാർ. സമരം 54-ാം ദിവസം. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സുകാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പോലീസിൽ നിന്ന് കോടതി റിപ്പോർട്ട് തേടും. സുകാന്തിനായി അന്വേഷണം തുടരുന്നു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക്. ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ബാസിയെയും ഉടൻ ചോദ്യം ചെയ്യും. തസ്ലീമയുടെ സെക്സ് റാക്കറ്റ് ബന്ധത്തിലും അന്വേഷണം. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കീഴടക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്തയുടെ ജയം 80 റൺസിന്. ഇന്ന് മുംബൈ ലക്നൌ പോരാട്ടം. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പാർലമെന്റിൽ രാജ്യസഭയിൽ വഖഫ് ബിൽ ചർച്ച തുടങ്ങിയത്. അങ്ങനെ രാത്രി 12 മണിക്കൂറിന് ശേഷം പാർലമെന്റ് കടന്നിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ. 12 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബിൽ രാജ്യസഭ പാസാക്കിയത്. 128 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 അംഗങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. The bill is passed. Let the lobbies be cleared. Lobbies be opened. Let the lobbies be opened. I shall now
put the motion regarding consideration of the Musliman Waqf Repeal Bill 2025 to vote. The question is that the Musliman Waqf Repeal Bill 2025 as passed by Lok Sabha be taken into consideration. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The motion is adopted. We shall now take up clause by clause consideration of the bill. Clause 2 stands part of the bill. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. The clause number 2 is adopted. Clause 1, the enacting formula and the title stand part of the bill. Those in favor will please say aye. Those against will please say no. I think the ayes have it, the ayes have it, the ayes have it. Clause 1, the enacting formula and the title are adopted. Here Ragesh, ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാകേഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 രാത്രികളും പാർലമെന്റിന്റെ 2 സഭകളും ചൂടേറിയ ചർച്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ രണ്ടാമത്തെ കടമ്പ കൂടി കടന്നിരിക്കുന്നു രാജ്യസഭയും. ഇനി രാഷ്ട്രപതിയുടെ ഒപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നലെ എത്രത്തോളം പല ദൃശ്യങ്ങളും നമ്മൾ പല സമയത്തായി വരുന്നതൊക്കെ കണ്ടു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച ചർച്ച ഇപ്പോൾ പൂർത്തിയായി. എങ്ങനെയായിരുന്നു ഈ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച ഇന്നലെ നടന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയും കടന്നിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ. ഏതായാലും ലോക്സഭയിലേതുപോലെ തന്നെ പുലർച്ചെ വരെ ചർച്ച രാജ്യസഭയിലും നീണ്ടു. കാരണം 1 മണിക്കാണ് ഇന്നലെ ചർച്ച ആരംഭിച്ചത്. ആ ചർച്ച അവസാനിച്ചത് ഏതാണ്ട് 12 മണിക്കൂറിന് ശേഷം പുലർച്ചെ 1:09 അതിനുശേഷം പിന്നീട് വോട്ടിംഗ് നടന്നു. പ്രത്യേകിച്ച് പല അംഗങ്ങളും ഭേദഗതികളൊക്കെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഈ ബില്ല് പാസ്സായത് പുലർച്ചെ 2:33 അങ്ങനെ ഏതാണ്ട് മൊത്തം നോക്കുകയാണെങ്കിൽ 13.5 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് രാജ്യസഭയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായിരിക്കുന്നത്. ഏതായാലും രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി ഇത് നിയമമായി മാറും. ലോക്സഭയിലേക്കാൾ കൂടുതലായി വലിയ വാക്കേറ്റം രാജ്യസഭ സാക്ഷിയായി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പല ഘട്ടത്തിലും പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ സംസാരിക്കുമ്പോൾ കേരള നിയമസഭ കൊണ്ടുവന്ന പ്രമേയത്തെ അദ്ദേഹം വിമർശിച്ചു. അത് കേരളത്തിൽ നിന്നുള്ള LDF UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. പ്രത്യേകിച്ച് ഈ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അത് മുനമ്പം ജനതയ്ക്ക് എതിരാണ് എന്ന പരാമർശം ജോർജ് കുര്യൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത്തരം വിമർശനം അദ്ദേഹം ഉന്നയിച്ചു. മാത്രവുമല്ല, കോൺഗ്രസും CPM-ഉം മുനമ്പം ജനതയെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഈ പ്രമേയം അസംബന്ധമാണ് എന്ന പരാമർശം വലിയ ബഹളത്തിനിടയാക്കി. ഇതേ തുടർന്ന് അദ്ദേഹം ആ വാക്ക് പിൻവലിച്ചു, അർത്ഥശൂന്യമെന്ന് തിരുത്തുകയും ചെയ്തു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾക്ക് സഭയിലിടയാക്കി. ഏതായാലും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചത് മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല എന്ന വാദം തന്നെയാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് കിരൺ റിജിജു ആവർത്തിക്കുകയും ചെയ്തത്. മറിച്ച് വഖഫ് ബോർഡുകളിൽ സ്വത്തുക്കളിലൊക്കെ തന്നെ ആ വിഷയങ്ങളിലൊക്കെ തന്നെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നിയമനിർമ്മാണം എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. മാത്രവുമല്ല, പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഭേദഗതികളിലൊന്ന് മുസ്ലിങ്ങളല്ലാത്തവരെ ഈ ബോർഡുകളിൽ ഉൾപ്പെടുത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് DMK അംഗം തിരിച്ചു ശിവിയാണ് അടക്കമുള്ളവരാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. കേരളത്തിൽ നിന്ന് ലീഗ് അംഗങ്ങൾ ഒപ്പം മറ്റ് UDF LDF MPമാരൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഭേദഗതികൾ കൊണ്ടിരുന്നു. ഇതെല്ലാം തന്നെ തള്ളി ഇങ്ങനെ 100-ലധികം ഭേദഗതികൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ തള്ളുകയായിരുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്, അതിൽ പ്രശ്നം, അത്തരം മറ്റു ഇതര സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയാൽ എന്താണ് പ്രശ്നം? പ്രത്യേകിച്ച് ഒരു ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമാണെങ്കിൽ അത്തരം മറ്റ് സമുദായത്തിലുള്ള ആളുകളും വേണ്ടേ എന്ന വാദം കിരൺ റിജിജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ വലിയ വാക്കേറ്റങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കൊക്കെ തന്നെ രാജ്യസഭ സാക്ഷിയാവുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ പുലർച്ചെ 2 മണിയോടുകൂടി 2:33 ഈ ബില്ല് പാസ്സാക്കിയെടുത്തത്. അതിനുശേഷം പിന്നീടും രാജ്യസഭാ നടപടികൾ തുടർന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കണ്ടതാണ്, മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയ്ക്കെടുത്തിരുന്നു. സമാനമായ രീതിയിൽ ഇന്നലെ രാജ്യസഭയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് 4 മണിക്ക് ശേഷമാണ് രാജ്യസഭാ നടപടികൾ പിരിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി രാഷ്ട്രപതി ഇതിന് അംഗീകാരം നൽകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇന്ന് സഭ അവസാനിക്കുകയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. ശ്രീജ, ശരി.
ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭയും പാസാക്കിയിരിക്കുന്നു വഖഫ് ഭേദഗതി ബിൽ. ഇനി അത് രാഷ്ട്രപതിയുടെ മുന്നിലേക്കാണ് എത്തുന്നത്. ഇന്നലെ വലിയ വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ ഏതാണ്ട് 13.5 മണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിലാണ് രാജ്യസഭയിൽ ബിൽ പാസാക്കിയത്. അതേസമയം ഇന്നലെ ഏറെ വൈകിയാണ് ഈ ബിൽ പാസ്സായതെങ്കിലും മുനമ്പത്തുകാർ അത് കാത്തിരിക്കുകയായിരുന്നു. അവിടെ ഒരു ആഘോഷം തന്നെ അവർ സംഘടിപ്പിച്ചു. BJPക്ക് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനവും നടന്നു. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് മുനമ്പത്തെ സമരസമിതിയുടെ തീരുമാനം. ഡാനി ഇപ്പോൾ മുനമ്പത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഇന്നലെ 2:30 കഴിഞ്ഞിട്ടാണ് ഈ മുനമ്പത്ത് രാജ്യസഭയിൽ ഈ ബിൽ പാസ്സാവുന്നത്. പക്ഷേ ആഘോഷവും അവിടെ നിന്നുള്ള മുദ്രാവാക്യം വിളികളും ഒക്കെ കേൾക്കുന്നു. 2 കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നുണ്ട് ഈ ബില്ല് കൊണ്ട് മുനമ്പത്തുകാർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് അവരെ ഒട്ടും ആശങ്കപ്പെടുത്തുന്നില്ലേ? രണ്ടാമത്തെ കാര്യം, ഈ BJPക്ക് അനുകൂലമായുള്ള മുദ്രാവാക്യം വിളികൾ, അത് അവിടെ സ്ഥിരം സമരം ചെയ്യുന്നവർ തന്നെയാണോ ഈ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തിയത് എന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട്. ശ്രീജ, മുനമ്പത്തെ ജനങ്ങളുടെ ഒരു വികാര പ്രകടനമാണ് പുലർച്ചെയും നമ്മൾ കണ്ടത്. കാരണം ആ ഒരു സമയത്ത് രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാകുമ്പോഴും എത്രത്തോളം സ്ത്രീകളും അടക്കമുള്ളവർ ഈ സമരത്തിൽ ആ സമയവും അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ബിൽ പാസ്സാകുന്നു എന്നത് എല്ലാവർക്കും തന്നെ ഏതാണ്ട് ഉറപ്പ് തന്നെയായിരുന്നു. അപ്പോഴും അത് കൃത്യമായി കണ്ടുകൊണ്ട് അഭിപ്രായം പറയാൻ അവിടെ അത്രയും പേർ ആ സമയം അത്രയും ഉണ്ടായിരുന്നു. ഈ സമരപ്പന്തൽ 175 ദിവസം പിന്നിടുന്ന ഒരു സമരപ്പന്തലാണ്. ഇപ്പോഴും എപ്പോൾ വന്നാലും അതിൽ, കാരണം ഇത് അവരുടെ ഒരു വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരതിൽ മുഴുവൻ സമയവും അർപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ തുടരുന്നു. അതേ ആവേശം ഇന്നലെയും അവർ കണ്ടു. ശ്രീജി ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഇത് BJPക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളികളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് BJP പ്രവർത്തകരായിരുന്നു എന്ന് തന്നെയാണ് ശ്രീജി ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഈ സമരവേദിയിൽ തന്നെ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം നൽകുകയും അതിൽ അവർ സംസാരിക്കുകയും ചെയ്തതും എല്ലാം തന്നെ അവർ തന്നെയാണ്. ഈ സമരത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവർ തന്നെയാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നതാണ്. മറ്റൊന്ന്, ഇതിൽ കൃത്യമായി അവർ പറയുന്നുണ്ട്. കാരണം ഇതിപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നു എന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതെ കുടിയേറക്ക് ഭീഷണി തന്നെ നേരിടുന്നവർ തന്നെയാണ്. ഒരു അവകാശവുമില്ലാതെ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥയിലേക്ക് അടക്കം കടന്നു വരുന്ന തങ്ങൾക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു നിയമമുണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ നിയമനിർമ്മാണം തന്നെ നടന്നിരിക്കുന്നു എന്നതാണ് തങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ഈ സമരം അവസാനിപ്പിക്കുന്നില്ല. ഈ സമരം തുടരുക തന്നെയാണ്. കാരണം തങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ, ഭൂമിയുടെ തങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിലെ നിഷേധിക്കപ്പെട്ട റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ, അതായത് കരമൊടുക്കാൻ കഴിയും വരെ, അത് പുനഃസ്ഥാപിക്കും വരെ തങ്ങളുടെ സമരം തുടരുമെന്ന് അവരുടെ ആ ഒരു കർശന നിലപാടിൽ നിന്ന് അവർ ഒരു ഇഞ്ചും പുറകോട്ട് പോയിട്ടില്ല. നിയമത്തിൻ്റെ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ വ്യവസ്ഥകൾ, ഇതിൽ രാഷ്ട്രപതി അടക്കം ഇനി ഒപ്പിട്ട നിയമം പ്രാബല്യത്തിലേക്ക് വരണം. അതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, തങ്ങൾക്ക് അനുകൂലമായ എന്തൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യം വരണം. അതോടൊപ്പം തന്നെ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് തന്നെ അവർക്ക് കരമടക്കാനും അടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായും തന്നെ തങ്ങൾക്ക് ഉറപ്പ് നൽകും വരെയും ഈ സമരം തുടരുമെന്ന് തന്നെയാണ് ഈ സമരവേദിയിൽ ഇപ്പോൾ ആരും തന്നെ
ഇവിടേക്ക് എത്തിയിട്ടില്ല. പള്ളിയിൽ ഇവിടെ വേളാങ്കണ്ണി മാതാ പള്ളിയിലാണ്, അതിൻ്റെ ഒരു അങ്കണത്തിലാണ് കഴിഞ്ഞ ഈ 175 ദിവസത്തോളമായിട്ടുള്ള ഈ സമര പരിപാടികൾ അടക്കം തന്നെ നടക്കുന്നു. ഇപ്പോൾ അതിനകത്ത് കുർബാന നടക്കുന്നു. അതിൻ്റെ ഒരു സമാപന സമയത്തിലേക്ക് വന്ന അല്പസമയം അച്ഛൻ അതെല്ലാം തന്നെ വിശദമാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പലരും തന്നെ ഇവിടെ സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രതീക്ഷയുടെ കാര്യങ്ങളും എല്ലാം തന്നെ നിറയുന്ന ദിവസമാണ്. ഇന്ന് സമരവേദിയിലേക്ക് പല പ്രമുഖരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇവിടേക്ക് നേരിട്ടെത്തുന്നു. അങ്ങനെ പലരും തന്നെ ഇവരെ സന്ദർശിക്കാനടക്കമുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും ഇന്നലെ പുലർച്ചെ ഇന്ന് പുലർച്ചെ എല്ലാം തന്നെ നമ്മൾ കണ്ട അതേ ആവേശത്തിൽ തന്നെയാണ് അവരെല്ലാം തന്നെ മടങ്ങി പോയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഒരു 9 മണിയോടുകൂടി തന്നെ ഈ സമരവേദി അടക്കം വീണ്ടും സജീവമാവുകയും ചെയ്യും. രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ മുനമ്പം ജനത ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെയും അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷത്തെയും ഒക്കെ അവർ വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ വരുന്നത് എന്ന നിലയ്ക്ക് BJPയെ കൂടുതൽ വിശ്വസിക്കുന്നുണ്ട് ഒരു പ്രതീതി ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ലേ? കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഈ മുനമ്പത്തുകാർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് P. രാജീവ് പറയുന്നുണ്ട്, VD സതീശൻ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് അവർ വിശ്വസിക്കുന്നത് പാർലമെന്റിൽ അവർക്ക് വേണ്ടി സംസാരിച്ചവരെയാണ് എന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അതാണോ ഇന്നലെ കണ്ട ആ മുദ്രാവാക്യം വിളി എന്നതായിരുന്നു ഞാൻ ചോദിച്ചത്. ശ്രീജ, അത് കൃത്യമാണ്. കാരണം അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർ, അവർ പറയുന്നവരുടെ ആ കാര്യങ്ങൾ തന്നെ തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് കൃത്യമായും BJP ആണ് എന്ന രീതിയിൽ തന്നെയും ആ രീതിയിലുള്ളൊരു ചിന്തകളിലേക്ക് മുനമ്പത്തെ കുറേയധികം പേരെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. കാരണം അവർ ആ രീതിയിലേക്ക് കാര്യങ്ങൾ കാണുന്നു. ഈ നിലവിൽ ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് തങ്ങൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന നിയമനിർമ്മാണം അത് മുൻകൈയെടുത്തത് ആരാണ് എന്നത് അവർ തിരിച്ചറിയുന്നു, അവർ അത് പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ഈ അടുത്ത ഘട്ടം എന്നത്, അതായത് നിയമനിർമ്മാണത്തിൽ ഏതെല്ലാം രീതിയിലുള്ള ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പോൾ ഭരണപ്രതിപക്ഷം സംസ്ഥാനത്തെ പറയുന്നത് പോലെ ഇതുകൊണ്ട് മറ്റു പ്രയോജനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് അവർക്ക് ഇവിടെ വന്ന് നിന്നുകൊണ്ട് പറയാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് തങ്ങൾക്ക് വേണ്ടി ഈ ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് അത് BJP തന്നെയാണ് എന്ന രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മുദ്രാവാക്യങ്ങളുടെ ശബ്ദം അങ്ങനെയാവുന്നത്, അതിൻ്റെ ആ രീതിയിലേക്ക് മാറിപ്പോകുന്നതുമെല്ലാം തന്നെ ചെയ്യുന്നത്. ഇവിടെ ഈ സമരവേദിയിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ആ രീതിയിലുള്ളൊരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും കാര്യങ്ങളുമെല്ലാം തന്നെയുള്ള ചില പ്ലക്കാർഡുകളും കാര്യങ്ങളുമെല്ലാം തന്നെയുണ്ട്. സുരേഷ് ഗോപിക്കടക്കം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെയും വെച്ചുകൊണ്ട് ഈ സമരവേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അവരുണ്ട്. ഇവിടെ പല നേതാക്കളും വന്ന് BJP നേതാക്കളും എല്ലാം വന്ന് തങ്ങൾ ഈ മുനമ്പത്തിന് വേണ്ടി തന്നെ നിലകൊള്ളും, അവസാനം ഇതിൽ തീരുമാനമെടുക്കേണ്ടതും പറയേണ്ടതും എല്ലാം തന്നെ ഈ കേന്ദ്ര സർക്കാർ തന്നെയാണ്, ആ രീതിയിൽ തന്നെ തങ്ങളുടെ നിലപാട് അതിലുണ്ടാകും എന്ന് ആത്മവിശ്വാസത്തോടെ അവർ പറഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ഉറച്ച മനസ്സോടുകൂടി ഇവിടേക്ക് കടന്നു വരാൻ കഴിയുന്നവർ ഒരു പക്ഷേ ഈ BJP നേതാക്കൾ, NDA നേതാക്കൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസങ്ങളിൽ അവർ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തുന്നത്. അവർ പറയുകയും ഇന്നലെ ആ മുദ്രാവാക്യം വിളികളും എല്ലാം തന്നെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ചേർന്ന് നിന്ന് പറയുന്നത് BJPയോട് തന്നെയാണ്. ആ കൂടുതൽ ചേർച്ച BJPക്ക് അനുകൂലമായിട്ട് തന്നെയാണ് കൂടുതൽ മുദ്രാവാക്യം വിളികളും എല്ലാം തന്നെ ഉയരുന്നത്. തങ്ങൾക്ക് കൂടി വേണ്ടിയാണ് ഈ നിയമനിർമ്മാണം നടന്നിരിക്കുന്നത് എന്ന് തന്നെ അവർ കരുതുകയും ചെയ്യുന്നു. അത് മുൻകൈ എടുത്തിരിക്കുന്നത് BJP തന്നെയാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഏതായാലും ആ രീതിയിൽ തന്നെയാണ് കുറച്ചുകൂടി നമ്മൾ ഒരു രാഷ്ട്രീയപരമായി നിരീക്ഷിക്കുകയാണെങ്കിൽ മുനമ്പത്തിൽ ഒരു എഡ്ജ്, അതിൽ ഈ വിഷയത്തിൽ ഒരു മേൽക്കൈ നേടിയെടുക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. വളരെ കൗതുകകരമായ ഒരു മുദ്രാവാക്യം വിളിയായിരുന്നു അത്. മുനമ്പം ജനത ഈ ബിൽ രാജ്യസഭയിൽ കൂടി പാസ്സാവുമ്പോൾ അവരത് ആഘോഷത്തോടെ ഏറ്റെടുക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഈ ബില്ലിലൂടെ കഴിയുമെന്ന് അവർ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ആഘോഷ പ്രകടനങ്ങളാണ് അവിടെ കണ്ടത്. പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ബിൽ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് സംസ്ഥാനത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും പറയുമ്പോഴും അതിനും അപ്പുറത്ത് അവർ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ബില്ലിന് കഴിയുമെന്നാണ്. അതിൻ്റെ ഒരു
പ്രതിഫലനങ്ങളാണ് ആ മുദ്രാവാക്യം വിളിയിലൂടെ നമ്മൾ കേട്ടത്. ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷനൊക്കെ അവിടെ സന്ദർശനം നടത്തുന്നുണ്ട്. അതായത് അവിടെ ഒരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കുന്നു എന്നൊരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലാണ് അത്തരം മുദ്രാവാക്യം വിളികൾ. എന്തായാലും കൗതുകത്തോടെ തന്നെ നമുക്ക് മുനമ്പത്തേക്ക് ഉറ്റുനോക്കാം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അപ്പീലിൽ വാദം കേൾക്കും. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുമതി നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തിലാണ് വാദം കേൾക്കുന്നത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ വസ്തുതാന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. വഖഫ് ബില്ലിൽ ഇന്ന് വീണ്ടും ദീപിക CPM-നും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയിൽ ഇന്നും മുഖപ്രസംഗമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയും ആശങ്കയും പരത്താൻ ഇടതുപക്ഷവും കോൺഗ്രസും ശ്രമിച്ചെന്നാണ് വിമർശനം. കങ്കാരു കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട എന്ന തലക്കെട്ടോടെയാണ് എഡിറ്റോറിയൽ. അപർണ കുറുപ്പ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ. അപർണ, ഇത് രണ്ടാം തവണയാണ് ഇത്ര തീവ്രമായ ഭാഷയിൽ തന്നെ ദീപികയുടെ ഭാഗത്തുനിന്ന് മുഖപ്രസംഗം വരുന്നത്. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്ന്, അത് CBCI ആയാലും KCBC ആയാലും, ഒരു മുന്നറിയിപ്പ് സ്വഭാവത്തിലായിരുന്നു ഈ വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അങ്ങനെ ഒന്നും നടന്നില്ല എന്ന സാഹചര്യത്തിൽ നിലപാട് കടുപ്പിക്കുകയാണോ സഭ? ശ്രീജ, ഒരുപക്ഷെ കഴിഞ്ഞ തവണ വ്യക്തമാക്കിയതിനേക്കാളും കൂടുതലും രാഷ്ട്രീയ നിലപാട് കൂടി കത്തോലിക്ക സഭ വ്യക്തമാക്കുന്നുണ്ട് ഇതിനകത്ത് എന്നുകൂടി പറയേണ്ടതായിട്ടുള്ള ഒരു പ്രസംഗമാണ്. മുഖപത്രത്തിൻ്റെ ഒരു എഡിറ്റോറിയൽ പേജാണ് വന്നിരിക്കുന്നത്. ദൂരവ്യാപകമായിട്ട് തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് കൂടിയാണോ കത്തോലിക്ക സഭ അവരുടെ മുഖപത്രത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് കൃത്യമായി ഉയരുന്നുണ്ട്. CPM-നെയും കോൺഗ്രസിനെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് ദീപിക. ഈ പറഞ്ഞതുപോലെ തന്നെ കങ്കാരു കോടതിയുടെ കാവൽക്കാർ മതേതരത്വം പഠിപ്പിക്കേണ്ട, അതായത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വഖഫ് ബില്ലിലെ കത്തോലിക്ക സഭ നടത്തുന്നത് സമ്മർദ്ദമാണെന്ന് ഇന്നലെ VD സതീശനൊക്കെ നടത്തിയ വിഷയങ്ങൾ അറിയാം. പാർട്ടിയാണല്ലോ MP-മാർക്ക് വിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ള രൂക്ഷമായ ഭാഷയിലൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ നിലപാടെടുത്ത കോൺഗ്രസ്, ഈ CPM, ഇന്ത്യ മുന്നണി കൃത്യമായിട്ടുള്ള ഗൃഹപാഠം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ 95-ൽ ഇറങ്ങിയ വഖഫിലെ 40-ാം വകുപ്പ് അതൊരു കിരാത വകുപ്പാണ് എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. ഈ വകുപ്പിനകത്ത് ഈ വകുപ്പ് മാറ്റാനുള്ള ആവശ്യം പോലും ഉന്നയിച്ചില്ല. അതുകൊണ്ട് കൃത്യമായ ഗൃഹപാഠം നടത്തിയില്ല എന്നതാണ് പറയുന്നത്. വഖഫ് ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം ഒരു പക്ഷേ വരും തെരഞ്ഞെടുപ്പുകളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടേക്കാവുന്ന ഒരു രാഷ്ട്രീയ നിലപാട് പോലും സഭ വരികൾക്കിടയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധതായ ഞങ്ങളോട് പഠിപ്പിക്കേണ്ട എന്ന് പറയുന്നു. മുസ്ലിം സമുദായത്തിന് വിരുദ്ധരാണ് കത്തോലിക്ക സഭ എന്നുള്ളൊരു നിലപാടുണ്ടാക്കാൻ CPM-ഉം കോൺഗ്രസും കഴിഞ്ഞ കുറേ സമയങ്ങളായി ശ്രമിക്കുകയുണ്ടായി. അതിനെതിരെയാണ് ആഞ്ഞടിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്, എടുത്തു പറയുകയാണ്. ഇവർ ഇതിനകത്ത് വഖഫ് നിയമത്തിലെ ക്രൈസ്തവ സമുദായങ്ങളടക്കമുള്ളവരുടെ വീടും പറമ്പുമൊക്കെ കയ്യേറുന്ന വിഷയമൊന്നും തൊട്ടുപോലുമില്ല എന്ന് പറയുന്നു. ഒപ്പം ഈ കഴിഞ്ഞ ദിവസമൊക്കെ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇടത് ഹാൻഡിലുകളടക്കം ഷെയർ ചെയ്ത വരികളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ്, അതായത് മാർട്ടിൻ നിമോളറുടെ കവിത പലതവണയായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരുന്നു. ഒടുവിൽ അവർ നിങ്ങളെയും തേടി വരും, ആ കാര്യമൊക്കെ പരാമർശിക്കുകയാണ് ദീപിക. അപ്പോൾ ഞങ്ങളെ ഇതുവരെ തേടി വന്നിട്ടില്ലേ? ന്യൂനപക്ഷ വിരുദ്ധതയിലൂടെ കടന്നു വന്നവരാണ് ഞങ്ങൾ, ആ പീഡനങ്ങളിലൂടെ കടന്നു വന്നവരാണ് നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് CPM-നും കോൺഗ്രസിനോടും ചോദിക്കുന്നു. ഹമാസ് വിഷയത്തിൽ എന്താണ്? എപ്പോഴെങ്കിലും ഹമാസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? പലസ്തീൻ അപ്പുറത്തേക്ക് ഇവിടുത്തെ കോൺഗ്രസിനും CPM-നും മറ്റെന്തെങ്കിലും നിലപാടുണ്ടോ? അപ്പോൾ ഒരിക്കലും ക്രൈസ്തവ സമുദായങ്ങളെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിച്ചിട്ടേയില്ല CPM-ഉം കോൺഗ്രസും എന്ന് പേരെടുത്ത് പാർട്ടികളെ പറയുകയാണ്. ഒപ്പം പറയുന്നു BJP ആണ് ഒരുമിച്ച് നിന്നത്. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിനകത്ത് എടുത്തു പറയണം, ഇത്തവണ ഇനിയൊരു മുനമ്പം ഉണ്ടാകരുത് എന്നായിരുന്നു ക്രൈസ്തവർ തീരുമാനിച്ചത്, അതാണ് ആഗ്രഹിച്ചത്, അത് സാധ്യമാക്കി എന്നാണ് BJP-യുടെ അവകാശവാദം. അപ്പോൾ BJP-യെക്കുറിച്ച് ആ തരത്തിലൊരു നിലപാട് പറയുകയും കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ക്രൈസ്തവ സമുദായത്തിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഒപ്പം ക്രൈസ്തവ സമുദായങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരാണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രമിക്കുകയായിരുന്നു എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. മുസ്ലിങ്ങളെ അനാഥരാക്കാനുള്ള നീക്കമാണ് കത്തോലിക്ക സഭ നടത്തിയത്, അതാണ് പിന്തുണച്ചത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി CPM-ഉം കോൺഗ്രസും. അത് നിരുത്തരവാദപരമാണ്. മറ്റ് മതസ്ഥരെ അകറ്റുന്ന
നിലപാടാണ് CPM-ഉം കോൺഗ്രസും ചെയ്യുന്നത്. അത് മതേതര പോരാട്ടങ്ങളെ ദുർബലമാക്കുകയാണ് എന്ന് പറയുന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം കേരളത്തിൽ മതേതരത്വം അവകാശപ്പെടുന്ന രണ്ട് മുന്നണികൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ കത്തോലിക്ക സഭ നടത്തുന്നത് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ്. അതായത് ഇതൊന്നും അറിയാത്തവരല്ല ക്രൈസ്തവ സമുദായം. ഒപ്പം ഈ വിചാരധാരയെക്കുറിച്ച്, ക്രൈസ്തവരെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന വിചാരധാരയെക്കുറിച്ച് നിങ്ങൾ ഇന്നലെയും ഓർമ്മിപ്പിച്ചു. അതായത് BJP നിരന്തരം ക്രൈസ്തവ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്ന നിങ്ങൾ ക്രൈസ്തവ സമുദായത്തോട് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഹമാസ് വിഷയമൊക്കെ എടുത്ത് പറയുന്നത്. കോൺഗ്രസിന്റെ മതേതരത്വം, കോൺഗ്രസിന്റെയും CPM-ന്റെയും മതേതരത്വത്തെ പലരും സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വളരെ എനിക്ക് തോന്നുന്നു ഈ 4 പേജിലാണ് ഈ എഡിറ്റോറിയൽ ഉള്ളത്. ഈ 4 പേജിലും അതിരൂക്ഷ ായിട്ടുള്ള വിമർശനമാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സത്യസന്ധത CPM-നും കോൺഗ്രസിനും ഇല്ല എന്ന് തന്നെ കത്തോലിക്ക സഭ പറയുന്നു. BJP ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും ജനം എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. വഖഫ് ഇനിയും ചർച്ച ചെയ്യപ്പെടും. നിങ്ങളുടെ മുൻപത്തെ പ്രസംഗവും ലോക്സഭയിലെയും നിയമസഭയിലെയും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമാണ്. ഇനിയും ചർച്ച ചെയ്യപ്പെടും. BJP ജനങ്ങൾക്കൊപ്പം നിന്നു, CPM-ഉം കോൺഗ്രസും മതേതരത്വം, കള്ളമതേതരത്വം കാണിച്ചു എന്ന് പറയുന്നിടത്ത് ഇനി ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതാ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണോ കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വ്യക്തമായി പ്രതിഫലിക്കുമോ? അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് സഭ പോകുമോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ശ്രീജ, ആ മുഖപ്രസംഗത്തിലെ ഏറ്റവും പ്രസക്തമായ വരികൾ അത് തന്നെയാണ്. വഖഫ് ഇനിയും ചർച്ച ചെയ്യപ്പെടും. നിങ്ങളുടെ മുനമ്പത്തെ പ്രസംഗവും ലോക്സഭയിലെയും നിയമസഭയിലെയും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമെന്ന് നിരീക്ഷിക്കുകയും വഖഫ് നിയമം പഠിക്കുകയും ചെയ്ത ശേഷമാണ് ക്രൈസ്തവർ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന് പിന്നാലെയാണ് സഭ നിങ്ങളോടൊരു കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ, അങ്ങനെ തന്നെ പറയണം, വളരെ രൂക്ഷമായ ഭാഷയിൽ ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. ഇത് ഈ ആഴ്ചയിൽ 2ാം തവണയാണ് ദീപിക ഈ വിഷയത്തിൽ മുഖപ്രസംഗം എഴുതുന്നത്. ഇന്നത്തേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ രൂക്ഷമായ ഭാഷയിലാണ്. വിവരങ്ങളാണ് അപർണ കുറുപ്പ് ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോയാൽ ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടായിരുന്നു വന്നത്. പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ തുടർ നീക്കങ്ങൾ വേഗത്തിലാക്കാൻ SFIO. മുഖ്യമന്ത്രിയുടെ മകൾ വീണ അടക്കമുള്ളവർക്ക് സമൻസ് അയക്കും. അറസ്റ്റിലേക്ക് നീങ്ങുമോ എന്നതും നിർണായകമാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ പ്രതിയാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന നിലപാടിലാണ് CPM ഉള്ളത്. സർക്കാരിനെയും പാർട്ടിയെയും ലക്ഷ്യം വെച്ചുള്ള ആസൂത്രിത നീക്കമെന്നും അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നുമാണ് CPM നേതാക്കളുടെ പ്രതികരണം. പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ തന്നെ കുറ്റപത്രം നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും നേതാക്കൾ പറയുന്നു. പൊതുസമൂഹത്തിന് മാത്രമല്ല നമ്മുടെ നീതിന്യായ സംവിധാനവും വളരെ കൃത്യമായി ഒരു ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള കേസാണ്. മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള അഴിമതിയും നടത്തിയിട്ടില്ല, അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് ഇത്രയും ആധികാരികമായി കോടതികൾ വിധി എഴുതിയിട്ടുള്ള മറ്റൊരു സന്ദർഭം ഉണ്ടാവില്ല പറഞ്ഞ് ആധികാരികമായി എഴുതി തള്ളിയതാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി, പിന്നെ കേസ് തള്ളിയതുകൊണ്ട് നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാത്ത കോട്ടയം വിജിലൻസ് കോടതി, പിന്നെ ഹൈക്കോടതി. കോൺഗ്രസ് നേതാവ് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും അതിൽ നിലപാട് വ്യക്തമാക്കി. അപ്പോൾ അതിൽ കേരള സമൂഹത്തിന് നീതിന്യായ സംവിധാനം അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല എന്ന് ആധികാരികമായി വ്യക്തമാക്കിയ കാര്യമാണ്. ഇത് കുറ്റപത്രം വന്ന സമയം പാർട്ടി കോൺഗ്രസ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാൻ കഴിയാവുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ പ്രേരിത നിലപാട് തന്നെയാണ് സ്വാഭാവികമായിട്ട് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ശ്രീജ. CPM-ന്റെ നിലപാട് ഇന്നലെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയപ്പോൾ മന്ത്രി P രാജീവ് അതുതന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രേരിതമെന്ന ഒരു നിലപാട് തന്നെയാണ് CPM വിഷയത്തിൽ സ്വീകരിക്കുന്നത്. നമുക്കറിയാം വീണ വിജയനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ പതിവിന് വിരുദ്ധമായി ഒരിക്കലും CPM-ന്റെ ഒരുപക്ഷെ സംഘടനാ ചരിത്രത്തിനില്ലാത്ത വിധത്തിൽ ഈ വിഷയത്തിൽ വീണ വിജയനെ അനുകൂലിച്ചത്. അതായത് ഒരു നേതാവിനെതിരെ ആരോപണം ഉയരുമ്പോൾ സ്വാഭാവികമാണ് പാർട്ടി സെക്രട്ടറി പ്രതിരോധിക്കുക. പക്ഷേ വീണ വിജയനെതിരെ ആരോപണം വന്നപ്പോഴും അതിനെതിരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അന്ന് CPM നേതാക്കൾ പറഞ്ഞ ന്യായം അത്
മുഖ്യമന്ത്രിയുടെ മകളെക്കെതിരെയുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന മാറ്റി നിർത്തിയാൽ വീണ വിജയനെതിരെ ഇത്തരമൊരു ആരോപണം ഒഴിയാൻ ഒരു കാരണവുമില്ല, സാധ്യമില്ല. അതുകൊണ്ടാണ് ആ നീക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് അദ്ദേഹത്തിലേക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാർട്ടി അതിനെ പ്രതിരോധിച്ചത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രം നൽകുമ്പോഴും CPM സ്വീകരിക്കുന്നത്. പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിത നീക്കമെന്ന വിലയിരുത്തുകയാണ് CPM. അതിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കുമെന്ന് CPM നേതാക്കൾ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഈ പാർട്ടി കോൺഗ്രസിന്റെ നിർണായക ഘട്ടത്തിനിടെയാണ് ഇത്തരം നീക്കമുണ്ടായത്. അതിലും വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് CPM നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. വലിയ പ്രതിഷേധം ആ രീതിയിൽ ഉയർന്നു വരണം. മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ, തുടർ നീക്കങ്ങൾ ഉണ്ടാകും. 4 കോടതികൾ തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണിത്. അതാണ് വീണ്ടും ഇത്തരത്തിൽ SFIO കേന്ദ്ര ഏജൻസി മുന്നോട്ട് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ കൂടുതൽ നീക്കങ്ങൾ ഏജൻസികളുടെ ഭാഗത്തുണ്ടാകാമെന്നും CPM വിലയിരുത്തുന്നു. പക്ഷേ വീണയുടെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ പോയാലും അത്ഭുതപ്പെടാനില്ല. പ്രതികരണം എങ്ങനെയായിരുന്നു? കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്നൊരു കോടതി തീരുമാനം വന്ന സമയത്ത് അതൊരു വലിയ ആഘോഷമായി തന്നെ CPM ഹാൻഡിൽസ് ഒക്കെ ഏറ്റെടുത്തിരുന്നു, നേതാക്കൾ ഏറ്റെടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം ഇങ്ങനെ ഒരു പാർട്ടി കോൺഗ്രസിന്റെ നിർണായക സമയത്ത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നത് എങ്ങനെയായിരുന്നു അവിടെ ഈ പാർട്ടി കോൺഗ്രസ് വേദിയിൽ പ്രതിഫലിച്ചത്? ഈ വാർത്ത വരുമ്പോൾ പാർട്ടി കോൺഗ്രസിൽ സെഷൻ പുരോഗമിക്കുകയായിരുന്നു, ചർച്ച പുരോഗമിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയത്. അപ്പോഴൊക്കെ ആദ്യ നേതാക്കളൊക്കെ ഇത് അറിഞ്ഞില്ല, പാർട്ടി കോൺഗ്രസിലായതുകൊണ്ട് തന്നെ വിവരം അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പാർട്ടി നിലപാട് കൃത്യമായി പറഞ്ഞ് രംഗത്ത് വന്നു. ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്, മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്, സംസ്ഥാന സർക്കാർ ലക്ഷ്യമുള്ള നീക്കമാണ്. ഈ പാർട്ടി കോൺഗ്രസിൽ ഒരുപക്ഷെ ഇന്നാകും ആ പ്രമേയം വരിക. സർക്കാരിനെ സംരക്ഷിക്കണം, കേരളത്തിലെ ഇടത് സർക്കാരിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം തന്നെ CPM പാസാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രമേയം നേരത്തെ തന്നെ പാർട്ടി പ്രതിനിധികൾക്ക് വിതരണം ചെയ്തതാണ്. അതിലും പറയുന്നത് സംസ്ഥാനത്തെ പല രീതിയിൽ ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, ഞെരുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സർക്കാരിനെ പ്രതിരോധിക്കണം. സ്വാഭാവികമായും ഈ വിഷയവും ആ രീതിയിൽ തന്നെയാകും CPM കാണുക. ഇത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള ഒരു കേസായല്ല CPM കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്, മറിച്ച് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ്. പ്രതിപക്ഷം പറയുന്നതും അതുതന്നെയാണ്. മുഖ്യമന്ത്രി വീണ വിജയന് എന്തിന് ഈ 2.5 കോടിയിലേറെ രൂപ ഈ ഒരു കമ്പനി നൽകണം? അത് മുഖ്യമന്ത്രിക്ക് നൽകിയ പണമാണ്, മുഖ്യമന്ത്രിക്ക് പണം നൽകിയാൽ മാത്രമേ അവർക്ക് അതിന്റെ നേട്ടമുണ്ടാകൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ് നീക്കങ്ങൾ. അതുതന്നെയാണ് CPM നേതാക്കളും പറയുന്നത്. ഈ നീക്കങ്ങൾ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടാണ്, സംസ്ഥാന ഭരണത്തെ ലക്ഷ്യമിട്ടാണ്. അതിനെ ആ രീതിയിൽ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് CPM വ്യക്തമാക്കുന്നത്. നേരത്തെയൊക്കെ സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുണ്ടായപ്പോൾ ഉള്ള ഒരു നിലപാട് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നീക്കങ്ങൾ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള, ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് CPM കാണുന്നത്. പക്ഷേ പാർട്ടി കോൺഗ്രസിന്റെ ഈ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ വന്ന ഇത് CPMന് ആ രീതിയിൽ അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അവർ അത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഇത്തരമൊരു നീക്കം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് ഉണ്ടാകും. വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും ഒക്കെ ആ വീണ വിജയനും മുഖ്യമന്ത്രിക്കും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും കേന്ദ്ര ഏജൻസികൾ അത് അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഉണ്ടാകും, നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് CPM മനസ്സിലാക്കിയിരുന്നു. അത് വിലയിരുത്തിയാണ് ഇപ്പോഴത്തെ പ്രതികരണങ്ങളും പുറത്തു വരുന്നത്. ശരി അരുൺ, അതേസമയം ഈ തുടർ നടപടികളാണ് ഇനി അറിയാനുള്ളത്. അതിൽ ആകാംക്ഷയുണ്ട്. തുടർ നീക്കങ്ങൾ SFIO വേഗത്തിലാക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. VV വിനോദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. വിനോദ്, ഇനി ഇതിന്റെ ഒരു അടുത്ത നടപടി അത് വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നത്? ശ്രീജ, ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. SFIO കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ഇനി പരാതി നൽകുകയും പെറ്റീഷൻ രജിസ്റ്റർ ചെയ്യുകയും അല്ലെങ്കിൽ പെറ്റീഷൻ നൽകുകയും അത് തുടർന്ന് മറ്റ് നടപടികളിലേക്ക് പോവുക എന്നതാണ്. കാരണം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണമുണ്ട്. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടക്കുന്നൊരു സമയമാണ്. ഇനി എത്രമാത്രം വേഗത്തിൽ SFIOയുടെ ഭാഗത്ത് നിന്ന് ഒരു വാർത്ത സൃഷ്ടിക്കുക എന്നത് മാത്രമാണോ, അല്ലെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുക എന്ന BJP നേതൃത്വത്തിന്റെ ഒരു തീരുമാനം മാത്രമാണോ, അതല്ല നടപടികൾ വളരെ വേഗത്തിൽ ഉണ്ടാകുമോ എന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഇതിൽ പരാതി രജിസ്റ്റർ ചെയ്താൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാം. സമൻസ് അയച്ചായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. ഇപ്പോൾ വീണ മാത്രമല്ല, CMRL അതോടൊപ്പം തന്നെ എംപവർ ഇന്ത്യ എന്ന സഹസ്ഥാപനമുണ്ട്. ഇതിലെല്ലാം തന്നെ ഇവരെല്ലാം
പ്രതിയാക്കിക്കൊണ്ട് ശശിധരൻ കർത്തയൊക്കെ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട മറ്റൊരു കരാറുണ്ട്, അതിലൊക്കെ തന്നെ ഇവരെല്ലാം പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് പൊതുവിൽ ഉണ്ടാകുന്നത്. ഇതിൽ ആദ്യം ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു കണ്ടെത്തലാണ് ഉണ്ടാകുന്നത്. അത് 1.72 കോടി രൂപയുടെ ഇടപാട്. ആ പണം വാങ്ങിയത് സേവനം നൽകാതെ വാങ്ങി. അത് 2017 മുതൽ 20 വരെയുള്ള കാലയളവിൽ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി ഇങ്ങനെ സേവനം നൽകാതെ പണം വാങ്ങിയെന്ന ഒരു നിരീക്ഷണം, ആ ഒരു കണ്ടെത്തലാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് SFIO ഈ അന്വേഷണം ഏറ്റെടുത്തോടുകൂടി 2.7 കോടിയുടെ ഇടപാടാണ് നടന്നത്. ആ തുക വർദ്ധിക്കുന്നു. അങ്ങനെ ഒരു കണ്ടെത്തലുണ്ടാകുന്നു. ഇനി പരാതി നൽകുകയും അതിനനുസരിച്ചുള്ള നടപടിയുമാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ നേരത്തെ തന്നെ ഈ മൂവാറ്റുപുഴ കോടതിയിൽ മുഖ്യമന്ത്രിയെ കൂടി ഇതിൽ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി എത്തിയിരുന്നു. ആ ഹർജി തള്ളിക്കളയുന്ന സാഹചര്യമുണ്ടായി. ഹൈക്കോടതിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള നീക്കങ്ങൾ. അതെല്ലാം തന്നെ മധ്യക്കുഴൽ നാടനോ അല്ലെങ്കിൽ ഷോൺ ജോർജോ ഒക്കെ ഈ നിയമപരമായി കൂടി നടത്തിയ പോരാട്ടങ്ങൾ, അതെല്ലാം കോടതിയിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഇനി എത്രമാത്രം വേഗത്തിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇത്രയും നാൾ ഈ വിഷയത്തിൽ പലപ്പോഴും പല സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന് ഈ വിവരങ്ങൾ കിട്ടി വളരെ കാലം അവർ എന്തിനാണ് അതിൽ യാതൊരു നടപടിയും എടുക്കാതെ ആ വിവരം പോലും പുറത്തുവിടാതെ വെച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ പല സംശയങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് SFIO കടക്കുകയും അല്ലെങ്കിൽ പ്രോസിക്യൂഷനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുകയും ഒക്കെ ചെയ്തതും രാഷ്ട്രീയമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ അതിനെ എടുക്കുകയാണ്. ഇന്ന് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി ഈ പ്രോസിക്യൂഷൻ അനുമതി മാറും. ഇനി ഒരു സമൻസ് ആയിരിക്കും അടുത്ത ഘട്ടം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. മധുരയിൽ പാർട്ടി കോൺഗ്രസ്. CPM പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും. BV രാഘവലുവാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുക. രാഷ്ട്രീയ പ്രമേയത്തിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുമുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകും. ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് മറുപടി പറയും. ചർച്ചയിൽ ഉയർന്ന ഭേദഗതികൾ കൂടി പരിഗണിച്ച് രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കും. സംഘടനാ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നേരത്തെ കുറച്ചൊക്കെ പുറത്തു വന്നിരുന്നു. പാർട്ടി യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പലയിടത്തും ദുർബലമാവുന്നുണ്ട്. നേട്ടങ്ങൾ ദേശീയ തലത്തിൽ, ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഒരു സർക്കാർ ഉള്ളത്, അതിൻ്റെ നേട്ടങ്ങൾ വേണ്ട വിധത്തിൽ എത്തിക്കാൻ കഴിയുന്നില്ല. ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർന്ന് നടക്കുന്ന ചർച്ചയിലും വളരെ നിർണായകമായ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പരിഗണനയിലുള്ളത് ഇപ്പോൾ 4 പേരാണ്. MA ബേബി, PB രാഘവലു, അശോക് ധാവ്ലെ, മുഹമ്മദ് സലീം എന്നിവരെ കേന്ദ്രീകരിച്ചാണ് CPMൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള MA ബേബിക്ക് തന്നെയാണ്. അവസാന മണിക്കൂറുകളിൽ കാര്യമായ അട്ടിമറിയൊന്നും ഉണ്ടായില്ലെങ്കിൽ ബേബി EMSന്റെ പിൻഗാമിയായി മലയാളിയായ സെക്രട്ടറിയാകും. സീതാറാം യെച്ചൂരിയുടെ പകരക്കാരൻ ആരെന്ന ചർച്ചകൾ പാർട്ടി കോൺഗ്രസിന് മുമ്പേ CPMൽ സജീവമായിരുന്നു. പല സാധ്യതകൾ പാർട്ടി പരിശോധിച്ചു. ബൃന്ദ കാരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായം ഒരു വിഭാഗത്തിലുണ്ടായിരുന്നു. പക്ഷേ ബൃന്ദയും നേതൃത്വവും അത് ആദ്യമേ തള്ളി. യെച്ചൂരിയുടെ മരണത്തിന് ശേഷം ബൃന്ദയെ കോഓർഡിനേറ്റർ ആക്കാത്തതു തന്നെ അവർ അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന സൂചനകൾ പോലും ഒഴിവാക്കാനായിരുന്നു. അശോക് ധാവ്ലെയെ സെക്രട്ടറി ആക്കുന്നതിന്റെ സാധ്യതകൾ പാർട്ടി പരിശോധിച്ചിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിൽ കർഷക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ധാവ്ലെ അവിടെ തന്നെ തുടരുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം എത്തിയത്. BV രാഘവലു,
പൊളിറ്റ് ബ്യൂറോയിലെ സീനിയർ നേതാവാണ്. എന്നാൽ തെലങ്കാനയിലെ പാർട്ടി ചാനൽ കൈമാറ്റം ഉൾപ്പെടെ നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ രാഘവലുവിന് തിരിച്ചടിയാണ്. ഒരു ഘട്ടത്തിൽ PB അംഗത്വം ഉൾപ്പെടെ രാജിവെക്കാൻ തയ്യാറായതും കളങ്കമായുണ്ട്. മുഹമ്മദ് സലീമായിരുന്നു മറ്റൊരു സാധ്യത. എന്നാൽ പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായ സലീമിനെ അവിടെ നിന്ന് മാറ്റുന്നത് തിരിച്ചുവരവിന് കഠിന പരിശ്രമം നടത്തുന്ന ബംഗാളിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതിനാൽ സലീമിന്റെ വഴിയും അടഞ്ഞു. ഇതോടെയാണ് സ്വാഭാവിക സാധ്യതയായി ബേബി മാറുന്നത്. കുറേ വർഷങ്ങളായി കേരളമാണ് പ്രവർത്തന കേന്ദ്രമെങ്കിലും വർഷങ്ങളോളം ഡൽഹിയിൽ പ്രവർത്തിച്ച പരിചയവും ബേബിക്കുണ്ട്. ഏറ്റവും ശക്തമായ സംസ്ഥാന ഘടകമായ കേരളത്തിന്റെ പിന്തുണ ബേബിയുടെ സാധ്യതകൾ കൂട്ടുന്നു. പാർട്ടി കോൺഗ്രസിലെ കേരള പ്രതിനിധികൾക്കിടയിൽ ബേബി ജനറൽ സെക്രട്ടറി ആകണമെന്ന വികാരവും ശക്തിപ്പെടുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. പിണറായി അനുകൂലമെങ്കിൽ ബേബി ജനറൽ സെക്രട്ടറി ആകും. മറിച്ചായാൽ പാർട്ടി കോൺഗ്രസിന് ശേഷം അത് കേരള പാർട്ടിയിൽ വലിയ ചർച്ചകൾക്കും ഒരുപക്ഷെ തർക്കങ്ങൾക്കും വഴിവച്ചേക്കും. VV അരുൺ, ന്യൂസ് 18, മധുര. വിശദാംശങ്ങളുമായി അരുൺ തന്നെ മധുരയിൽ നിന്ന് ചേരുന്നു. അരുൺ, ഇന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. സംഘടനാ റിപ്പോർട്ടിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിലേക്കുള്ള ചർച്ചകൾ ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്ന ആ ദിവസങ്ങളിലാണ് ഈ റിപ്പോർട്ടിന്മേൽ ചർച്ച നടക്കുന്നത്. രാഷ്ട്രീയ പ്രമേയ ചർച്ചയും അവസാന ഘട്ടത്തിലാണല്ലോ. അരുൺ, കേൾക്കാമോ? ത്തേക്ക് അറിയുകയായിരുന്നു. ഏതായാലും CPM-ന്റെ പ്രതികരണം നേരത്തെ പുറത്തു വന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ. അത് കൃത്യമായി പറയുമ്പോൾ ഇന്ന് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചേക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഈ രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുന്ന ദിവസമാണ്. അതിനിടയിൽ വലിയൊരു വിവാദം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ തിരിച്ചു വന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്കൊരു ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വേണം ഇവിടെ തന്നെ. അപ്പം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് റെഡിയായി വരാം. അവർ വന്നിരിക്കുന്നു. റെഡിയായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോവാം. KN ബാലഗോപാലിന്റെ പ്രതികരണം ഉണ്ടാകും. പക്ഷെ അത് അല്പസമയത്തിനകം പ്രതികരിക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുക എന്ന ഒരു പാർട്ടി കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ നടപടിയാണെന്ന് ഉണ്ടാകാൻ പോകുന്നത്. അതിന് ശേഷം രാത്രി വൈകുന്നേരത്തോടുകൂടി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും. BV രാഘവലുവാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. അതിന്മേൽ നാളെ മറ്റന്നാളുമായി ചർച്ച നടക്കും. ഇന്നലെയാണ് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലും ഇന്നലെ രാവിലെ ആണ് ചർച്ച ആരംഭിച്ചത്. അത് ഇന്ന് ഉച്ചവരെ തുടരും. അതിനുശേഷം അദ്ദേഹം ഈ ചർച്ചയ്ക്ക് മറുപടി പറയും. ഭേദഗതികളോടുകൂടി രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്യും. അതാകും അടുത്ത 3 വർഷത്തേക്ക് CPM-ന്റെ നയ സമീപനങ്ങൾ ഏത് തരത്തിലാകാം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലടക്കം സഖ്യങ്ങളുടെ കാര്യത്തിലടക്കം ഏത് തരത്തിൽ വേണമെന്ന കാര്യത്തിൽ ധാരണയുണ്ടാവുക. രാഷ്ട്രീയ പ്രമേയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമമാണത്. അതിനുശേഷമാകും രാത്രിയോടുകൂടി PB രാഘവലു ഈ പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ശേഷം പാർട്ടി ഏറ്റെടുത്തതും പാർട്ടി സംഘടന എങ്ങനെയാണ് മുന്നോട്ട് പോയതും അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സംഘടനാ റിപ്പോർട്ട് രാഘവലു അവതരിപ്പിക്കുക. ജനറൽ സെക്രട്ടറി ആരെന്ന് സംബന്ധിച്ച ചർച്ചകളും സജീവമായി തന്നെ തുടരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മലയാളിയായ PB അംഗം MABക്ക് തന്നെയാണ് ഈ ഘട്ടത്തിലും സാധ്യത കൂടുതൽ. രാഘവലു, മുഹമ്മദ് സലീം പോലുള്ള പേരുകളും നേരത്തെ CPM, അശോക് ധാവളി തുടങ്ങിയ പേരുകളും CPM സജീവമായി പരിഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MAB ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലെന്നാണ് നേതാക്കൾ പറയുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്ന് പൂർത്തിയാകുകയാണ്. ഇന്ന് റിപ്പോർട്ട് അംഗീകരിക്കും. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ആരംഭിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിലാണ് പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഒരു പ്രോസിക്യൂഷൻ അനുമതി ഉണ്ടാകുന്നത്. എന്തായാലും തുടർ പ്രതികരണങ്ങൾ ഇന്ന് മധുരയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ധനമന്ത്രി ബാലഗോപാൽ അടക്കമുള്ളവരുടെ പ്രതികരണം ഉണ്ടാകും. നമുക്ക് അപ്പോഴത്തേക്ക് തിരിച്ചെത്താം. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കുന്നതിനുള്ള ചർച്ച ഇന്നും തുടരും. വേതന പരിഷ്കരണത്തിനായി കമ്മീഷനെ വെക്കുന്നതടക്കം സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യത്തിലടക്കം ട്രേഡ് യൂണിയനുകളുടെ സമവായം ഉണ്ടാക്കാനാണ് ശ്രമം. ട്രേഡ് യൂണിയനുകളുമായി ഒത്തുചേർന്നുള്ള ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആശാ സമരക്കാർ. VV വിനോദ് വിവരങ്ങളുമായി
വിനോദ്, ഇന്ന് ഒരു വീണ്ടും ഒരു ചർച്ച ഉണ്ടാകും എന്ന സൂചനകൾ ഇന്നലെ വന്നിരുന്നു. പക്ഷേ ഈ ട്രേഡ് യൂണിയനുകളെ കൂടെ നിർത്തിക്കൊണ്ട് സമരം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ ആ തരം ഒരു നിലപാടാണ് സർക്കാർ എടുക്കുന്നത് എന്നൊരു വികാരം ആശമാർക്കിടയിൽ ശക്തമാണോ? അവരെങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത്? ശ്രീജ, ഈ സമരം ഒത്തുതീരുന്ന ഒരു സൂചനയുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച കഴിഞ്ഞ് വന്ന ശേഷം ആശമാർ തിരുവനന്തപുരത്ത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ MG റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതായത് സർക്കാർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അവർ ആവശ്യപ്പെടുന്നത് 21,000 രൂപ ആണ് ഓണറേറിയമായി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന 7,000 രൂപ, അത് 21,000 രൂപ എന്ന നിലയ്ക്ക് ആവശ്യപ്പെടുന്നെങ്കിലും 3,000 രൂപയെങ്കിലും കൂട്ടിക്കിട്ടിയെങ്കിൽ തങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് സമരത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. അതായത് അവർ ആവശ്യപ്പെടുന്നത് 10,000 രൂപ ഓണറേറിയവും സാധാരണ നിലയിൽ കിട്ടുന്ന ഇൻസെന്റീവുകളും. അതിനുശേഷം ഈ ഒരു തീരുമാനം എടുത്ത ശേഷം കമ്മിറ്റിയെ വെക്കട്ടെ, പിന്നീട് ഈ വിരമിക്കൽ ആനുകൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ആ കമ്മിറ്റി പരിഗണിച്ചോട്ടെ എന്ന നിലയ്ക്കാണ്. മാത്രമല്ല, ഇനിയൊരു ചർച്ചയ്ക്കുള്ള സാധ്യത പെട്ടെന്ന് ഇന്ന് അവർ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നലെ തന്നെ സമരസമിതിയുടെ നിലപാട് വ്യക്തമായിരുന്നു. കാരണം മന്ത്രിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിയുണ്ടാകുന്നു, റോഡ് ഉപരോധിക്കുന്നു, ഒരു തരത്തിലും ഈ കമ്മിറ്റി രൂപീകരണവുമായി സഹകരിച്ച് പോകാൻ കഴിയില്ലെന്ന് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഇനി ട്രേഡ് യൂണിയനുകളുമായി ചേർന്നുള്ള ചർച്ച അതിന് തങ്ങളില്ല എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. കാരണം ട്രേഡ് യൂണിയനുകൾ എല്ലാം തന്നെ INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നതിനെയാണ് പിന്തുണച്ചത്. മാത്രമല്ല, INTUCയുടെ നിലപാട് നേരത്തെ ചന്ദ്രശേഖരൻ എടുത്തത്, INTUCയുടെ അധ്യക്ഷനായിട്ടുള്ള ചന്ദ്രശേഖരൻ കൈക്കൊണ്ട നിലപാട് ഈ സമരത്തിന് വിരുദ്ധമായ നിലപാടാണ്. പിന്നീട് ഒരു വാർത്താക്കുറിപ്പ് അദ്ദേഹം ഇറക്കിയതിൽ പോലും പറയുന്നത് VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും നിർബന്ധപ്രകാരം താൻ ഇതിനെ പിന്തുണയ്ക്കുന്നു, തൊഴിൽപരമായി ഇതിനോട് തൊഴിലാളി നേതാവ് അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് ഈ സമരത്തിന് അനുകൂലമല്ല എന്നുകൂടി അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തോട്ടന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട് ചന്ദ്രശേഖരന് സർക്കാരിന്റെ ഭീഷണിയുണ്ട്, ഒരുപക്ഷെ അറസ്റ്റിലേക്കൊക്കെ പോയേക്കും, അത് ഭയന്നാണ് ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെന്ന ആരോപണം മറ്റൊരു വശത്ത് ഉയരുന്നു. ഏതായിരുന്നാലും ഈ ട്രേഡ് യൂണിയനുകളുമായി ചേർന്നുള്ള ചർച്ചയ്ക്ക് തങ്ങളില്ല. മന്ത്രിയുമായുള്ള ചർച്ച മാത്രമേ തങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന കാര്യമാണ് ആശമാർ പറയുന്നത്. ഈ സമരത്തിന്റെ ഭാഗമായി തന്നെ നിരാഹാര സമരം കൂടി നടക്കുന്നുണ്ട്. 15ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും ഒരു പ്രതീക്ഷയും ലഭിക്കാത്ത തരത്തിലാണ് സമരക്കാർ ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി ഓൺലൈനായി ഈ യോഗത്തിൽ പങ്കെടുത്തത്. പാർട്ടി കോൺഗ്രസിന്റെ തിരക്കിലാണ് ധനമന്ത്രി. 2 മിനിറ്റ് മാത്രമാണ് ധനമന്ത്രി പങ്കെടുത്തത്. കേന്ദ്രത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്ന ഒരു സമീപനം ധനമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇവരെ തൊഴിലാളികളായി പോലും അംഗീകരിച്ചിട്ടില്ല കേന്ദ്രം. അത്തരം കാര്യങ്ങളിലാണ് തീരുമാനം ഉണ്ടാകേണ്ടത്. എന്തായാലും ഇന്നലത്തെ ചർച്ചയിൽ ഒട്ടും സംതൃപ്തി ഇല്ലാതെയാണ് ആശമാർ പുറത്തേക്ക് വന്നത്. അതിന്റെ ബാക്കിയാണ്, ആ നിരാശയായിരുന്നു റോഡ് ഉപരോധിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ അവരെ കൊണ്ടെത്തിച്ചത്. ഇന്നിപ്പോൾ വീണ്ടും ചർച്ച നടക്കുകയാണെങ്കിൽ അത് തങ്ങളുമായി മാത്രം മതി, തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ മേൽ മതി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശമാർ. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ് നടക്കുകയാണ്. 4 പേരെ കസ്റ്റഡിയിലെടുത്തു. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് ഈ റെയ്ഡ് തുടങ്ങിയത്? ഇന്നലെ രാത്രി 3 മണിയോടെയാണ് റെയ്ഡ് ആരംഭിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. 4 പേരെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മഞ്ചേരി സ്വദേശികളായ ഖാലിദ്, ഷിഹാബ്, സൈദലവി, ഷംനാദ്. ഇവർ SDPയുടെ മുൻനിരയിലുള്ള പ്രവർത്തകരൊന്നുമല്ല എന്നാണ് നേതൃത്വത്തിലുള്ളവർ പറയുന്നത്. ഈ ഖാലിദ് മഞ്ചേരിയിലെ ഒരു സ്വർണ്ണ കച്ചവടം അല്ലെങ്കിൽ സ്വർണ്ണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. മറ്റുള്ളവരൊക്കെ തന്നെ സാധാരണ അനുഭവമുള്ളവരും പ്രവർത്തകരുമാണ് എന്നാണ് നേതൃത്വം പറയുന്നത്. എന്താണ് ഇവരുടെ വീടുകൾ തെരഞ്ഞുപിടിച്ച് പരിശോധന നടത്താനുള്ള കാര്യം എന്നതിനെ കുറിച്ച് നേതൃത്വത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും എവിടേക്കാണ്, എന്ത് കാരണത്താലാണ് ഈ റെയ്ഡ് നടത്തിയത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് SDPI മലപ്പുറം നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇവരെ വീടുകളിൽ കേന്ദ്രീകരിച്ച റെയ്ഡുകൾ പുലർച്ചയോടെ അവസാനിച്ചു എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. അവരെ 3 മണിയോടെ
NIA കസ്റ്റഡി എടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ മാസം STPയുടെ ഓഫീസുകളിൽ കേന്ദ്രീകരിച്ച് NIAയുടെ റെയ്ഡുകൾ ഉണ്ടായിരുന്നു. പല രേഖകളും പിടിച്ചെടുത്തതായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ സാമ്പത്തിക ഇടപാടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതല്ലെങ്കിൽ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ആകാം ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് സൂചന. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിലാണ് NIA റെയ്ഡ് നടത്തുന്നത്. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിന് ഇന്ന് കൈമാറും. 1-ാം പ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ താരങ്ങളായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഈ അന്വേഷണ ചുമതല അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറുന്നതോടെ ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തുടർ നടപടികൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? ശ്രീജ, ഇതിനകത്ത് ഈ കേസ് ഇപ്പോൾ നോക്കുന്നത് ഇവിടുത്തെ ആലപ്പുഴയിൽ തന്നെ എക്സൈസ് കോഡ് CI മഹേഷ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അന്വേഷണ ചുമതല ഇന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് കൈമാറും. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറാണ് പിന്നീട് ഇന്ന് മുതൽ ഈ കേസിന്റെ കാര്യങ്ങൾ നോക്കുക. അദ്ദേഹമായിരിക്കും ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുക അടക്കം വളരെ കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ കേസിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്ക് കൂടി ഈ കേസ് കൈമാറുന്നതിലൂടെ ചെയ്യുന്നത്. എന്തായാലും ഈ ഇവർക്ക് വേണ്ടിയുള്ള, അതായത് തസ്ലീമ സുൽത്താനെ കസ്റ്റഡിയിലേക്ക് വാങ്ങേണ്ടതുണ്ട്. ഇന്ന് കസ്റ്റഡി അപേക്ഷ ഇവർക്ക് വേണ്ടി നൽകും. കാരണം കൂടുതൽ കാര്യങ്ങൾ എക്സൈസിന് അറിയാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. വർഷങ്ങളായി മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ട്. സിനിമാ മേഖലയുമായി വലിയ ബന്ധമുണ്ട്. ഒപ്പം തന്നെ ഗുണ്ട നേതാക്കന്മാരും ഒക്കെയായുള്ള ബന്ധമുണ്ട് എന്നുള്ളതാണ് എക്സൈസ് കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം, അതായത് ആദ്യമായ ഒരു കേസല്ല, നല്ലൊരു ക്രിമിനൽ പശ്ചാത്തലം മുൻകാലങ്ങളിൽ ഉള്ള ഒരാളാണ് ഇവരെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ആദ്യഘട്ടത്തിൽ കിട്ടിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിടാൻ കഴിഞ്ഞില്ല. അവർ കൂടുതലായി സഹകരിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിനോട്. ഇന്നിപ്പോ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇവർ എക്സൈസ് പ്ലാൻ ചെയ്യുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ച് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും മറൈൻ ഡ്രൈവിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും സിനിമാ നടന്മാരുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ എക്സൈസ് ആരംഭിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ചില വിവരങ്ങളൊക്കെ കൃത്യമായി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള നീക്കങ്ങൾ ഉണ്ടാവുക. പ്രധാനമായും ഈ പുതിയ അസിസ്റ്റന്റ് കമ്മീഷണർ ചുമതല ഏൽക്കുന്നതോടുകൂടി, കേസ് ഏറ്റെടുക്കുന്നതോടുകൂടി പ്രധാനമായി ആദ്യം ചെയ്യാൻ പോകുന്ന നടപടി ഇവരെ ചലച്ചിത്ര താരങ്ങളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ കസ്റ്റഡിയിലേക്ക് ഇവരുടെ ഫോൺ നിന്ന് മറ്റു ഡിലീറ്റഡ് രേഖകളെല്ലാം കൂടി കണ്ടെത്തുന്നതിന് വേണ്ടി അത് വിദഗ്ധ മറ്റു പരിശോധനകൾക്കായി കൈമാറിയിട്ടുണ്ട്. അത്തരം സൈബർ വിദഗ്ധർക്കാണ് അത് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധുവിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സുഗാന്ത് സുരേഷിന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇയാൾ രാജ്യം വിട്ടിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം സുഗാന്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അപേക്ഷ പരിഗണിക്കുന്നത്. ഹർജിയിൽ സംസ്ഥാന പോലീസിനോട് സിംഗിൾ ബെഞ്ച് റിപ്പോർട്ട് തേടുമെന്നാണ് കരുതുന്നത്. പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നിലവിൽ ഇതുവരെയും സുഗാന്ത് സുരേഷിനെ പ്രതി ചേർത്തിട്ടില്ല. ഇക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ല എന്നതുകൂടി ചേർത്താണ് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. വള്ളുവനാട്ടിലെ പ്രധാനപ്പെട്ട ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നായ ആര്യങ്കാവ് പൂരം ഇന്നാണ്. 96 ദേശങ്ങളുടെ ഉത്സവമാണ് ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവിലെ പൂരം. മീനം 1 കൂത്തു തുടങ്ങി, 21 പൂരം. ഇതാണ് ആര്യങ്കാവിലെ പാരമ്പര്യം. ശ്രീരാമ പട്ടാഭിഷേകം, തോൽപ്പാവക്കൂത്താണ് ക്ഷേത്രമുറ്റത്തെ കൂത്തുമാടത്തിൽ അരങ്ങേറുക. 1-ാം തീയതി തുടങ്ങിയ പൂരാഘോഷങ്ങൾ ഇന്നലെ പാരമ്യത്തിലായി. വിവിധ തട്ടകങ്ങളുടെ കുതിരകൾ ക്ഷേത്രത്തിലെത്തി. പാതിരാവും താണ്ടി പുലരുവോളം നീണ്ട കുതിരകളി. ഇന്നും കുതിരകളി തുടരും. രാവിലെ മുതൽ ദേശങ്ങളിൽ നിന്നുള്ള പൂതനും തിറയും
ഇണക്കാളകളും പൂരപ്പറമ്പിലെത്തും. ഉച്ചയ്ക്ക് ഏക പെൺകുതിര മുണ്ടായ ദേശത്ത് നിന്നെത്തി ഭഗവതിയെ വണങ്ങുന്നതോടെ പകൽപൂരം അവസാനിക്കും. കഴിഞ്ഞ 5 നാളുകളിലും ആചാര ചടങ്ങുകൾക്കൊപ്പം വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. പറയിപെറ്റ പന്തിരുകുലത്തിലെ കാരയ്ക്കൽ അമ്മയാണ് ആര്യങ്കാവിൽ ഭഗവതി എന്നൊരു വിശ്വാസവുമുണ്ട്. വള്ളുവനാട്ടിൽ ആനയില്ലാത്ത അപൂർവം പൂരങ്ങളിലൊന്നുമാണ് ഇവിടത്തേത്. ന്യൂസ് 18 ഷൊർണൂർ. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന, ഇന്ന് വളരെ സ്പെഷ്യലായ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കുള്ള ആശംസകൾ. എറണാകുളം സ്വദേശിനിയായ മെലീസ ജോയ്സിന്റെ 11ാം ജന്മദിനമാണിത്. ആശംസ അറിയിക്കുന്നത് പിതാവ് ജോയ്സും അമ്മ ജിൻസിയുമാണ്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ മെലീസ. കണ്ണൂർ പയ്യാവൂർ സ്വദേശിയായ പ്രസാദിന്റെയും നിഖിഷയുടെയും മകൾ മീവ പ്രസാദ്. മീവക്കുട്ടിയുടെ 2ാം പിറന്നാളാണിന്ന്. ആശംസകൾ നേരുന്ന അച്ഛൻ പ്രസാദും അമ്മ നിഖിഷ, അച്ചാച്ചൻ അമ്മൂമ്മ നിയ തുടങ്ങിയ മറ്റ് കുടുംബാംഗങ്ങളെല്ലാം, ഒപ്പം ഞങ്ങളുടെയും പിറന്നാൾ ആശംസകൾ. കൊല്ലം നീണ്ടകരയിൽ നിന്ന് നിയാൻഷിനും ജന്മദിനാശംസകൾ വരുന്നുണ്ട്. ബിച്ചുവിന്റെയും ദേവികയുടെയും മകനായ നിയാൻഷിന്റെ 2ാം ജന്മദിനമാണിന്ന്. നിയാൻഷിനും ഹാപ്പി ബർത്ത്ഡേ. തൃശൂർ അരിമ്പൂർ സ്വദേശികളായ ബിനേഷിന്റെയും സുകന്യയുടെയും മകളായ സമായ ബിനേഷിന്റെ 6ാം പിറന്നാളാണിന്ന്. അച്ഛന്റെയും അമ്മയുടെയും ഞങ്ങളുടെ ഒക്കെയും പിറന്നാൾ ആശംസകൾ. പാലക്കാട് കൊടുന്തിരപ്പള്ളി സ്വദേശിനിയായ സ്മിതയുടെ ജന്മദിനമാണ് ഇന്ന്. ഞങ്ങളുടെ ഓഡിയോ എഞ്ചിനീയറായ ആൻസന്റെ സഹോദരിയാണ് സ്മിത. അപ്പോൾ ഞങ്ങളുടെ ഒക്കെയും ഒരു ഫാമിലി മെമ്പർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ പ്രത്യേക ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ സ്മിത. ന്യൂസ് 18 കേരള ഓഫ് പ്ലാറ്റ്ഫോം മൾട്ടിമീഡിയ പ്രൊഡ്യൂസർ രശ്മി ബ്രഹ്മാനന്ദന്റെ പിറന്നാളാണിത്. ഹാപ്പി ബർത്ത്ഡേ രശ്മി. കഴിഞ്ഞില്ല, ഇന്ന് ഞങ്ങൾ ഒന്നിലധികം പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഓഫ് പ്ലാറ്റ്ഫോമിൽ മൾട്ടിമീഡിയ പ്രൊഡ്യൂസർ തന്നെയായ ഗൗരി കൃഷ്ണയുടെയും പിറന്നാളാണിന്ന്. അപ്പോൾ രണ്ടാളുടെയും കൂടെ പിറന്നാൾ നമുക്ക് ഇന്ന് ഇത് കഴിയുമ്പോൾ ആഘോഷിക്കാം. ഹാപ്പി ബർത്ത്ഡേ ഗൗരി. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ഇതുപോലെ സ്ക്രീനിലൂടെ വന്ന് നമുക്ക് ആ സന്തോഷം ഒന്നിച്ച് പങ്കിടാം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി. 9346975748 എന്ന നമ്പറിലേക്ക്. ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ: സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. പതിവ് പോലെ 8 മണിയായി. ഇനി പോലീസ് പെട്രോളിന്റെ സമയമാണ്. പോലീസ് പെട്രോളിന് ശേഷം പ്രധാനപ്പെട്ട വാർത്തകളുമായി മടങ്ങിയെത്താം.